ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 2024 കഴിഞ്ഞിട്ട് 25ലേക്ക് ഇങ്ങനെ കിടക്കാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം 2 ദിവസമോ ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പം കുറേ പേര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ ബുള്ളറ്റ് ജേർണൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചു, പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഈ ഒരു ബുള്ളറ്റ് ജേർണൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത് നമ്മളൊരു ഡയറിയിലോ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വെക്കുന്നതാണ്. നമ്മുടെ ഓരോ ഇയർ വൈസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മന്ത് വൈസോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇയർലി ആയിട്ടുള്ള പ്ലാനാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ഓരോ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ മന്തിൽ നടക്കുന്നത്, ഓരോ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ ബുള്ളറ്റ് ജേർണൽ കേട്ടോ. അതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറീസ്, ഇപ്പം നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറക്കാതിരിക്കാനും, ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനും, അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നത്. പിന്നെ നമുക്കതിൽ ജേർണലിങ് ചെയ്യാം, പിന്നെ നമ്മുടെ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ഒരു ബുള്ളറ്റ് ജേർണൽ കേട്ടോ. അപ്പോൾ നമുക്കതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഇയർ വൈസ് ആയിട്ടൊരു ബുള്ളറ്റ് ജേർണൽ ചെയ്യുമ്പം അതിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പേജ് അങ്ങനെ സെറ്റാക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി മന്ത്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഒരു ബുള്ളറ്റ് ജേർണൽ എൻ്റെതായ രീതിക്ക് ചെയ്യുന്നതല്ല. ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അതിലൊക്കെ നോക്കി, കുറേ ചാനൽസിലൊക്കെ നോക്കി, പിന്നെ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് ഇതിലൊക്കെ നോക്കിയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബുള്ളറ്റ് ജേർണലിൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് 2025ൻ്റെ ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. ആ ഫസ്റ്റ് തന്നെ ഞാനതിൻ്റെ കവർ പേജായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 2025 എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇറ്റ്സ് മൈ ഇയർ ടു ഷൈൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഒരു യെല്ലോ തീമിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൻ്റെ മുന്നേ ഒരു ജേർണൽ ചെയ്തപ്പം അതൊരു യെല്ലോയിൽ ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കളർ തീമിൽ തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇവിടെ കീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഓരോ സിമ്പിൾസ് ഉണ്ട്, അത് ഓരോരോ പ്ലാൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിതിൽ ഓരോന്നിനും ഓരോ സിമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ടാസ്കിന് ഇങ്ങനെ ഒരു റൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇവൻസിന് അങ്ങനെ ഓരോന്നിനും ഓരോ സിമ്പിൾസ് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിലായിട്ട് ഫ്യൂച്ചർ ലോഗാണ് സെറ്റാക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടർ വൈസ് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ഓരോ മന്തിനും ഓരോ കലണ്ടർ, ഓരോ കോളം കൊടുക്കും. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനും, ഇവൻസും കാര്യങ്ങളും, ടാസ്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ, നമുക്ക് ഈ മാസത്തിൽ തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ലോഗ് സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മന്തിനും ഓരോ കോളംസ് കൊടുത്തിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, അങ്ങനെ ഡിസംബർ വരെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ 2 പേജിലായിട്ട് നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു 2 പേജ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ പേജ് ഇങ്ങനെ 2 പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കോളത്തിലും നമ്മളിങ്ങനെ കലണ്ടർ എഴുതി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ജനുവരിൻ്റെ ആണെങ്കിൽ അത്, പക്ഷേ ഞാൻ അത് ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, കുറച്ചധികം ടൈം എടുക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നിനും ഓരോ കോളം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡേറ്റ് ജസ്റ്റ് അവിടെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ എഴുതാനായിട്ടും പറ്റുമല്ലോ. ഞാനിവിടെ കലണ്ടർ പോലെ ആക്കിയിട്ടില്ല, അപ്പോൾ അത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോളം ചെയ്യുമ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു കുട്ടി കലണ്ടർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാനും പറ്റും. അങ്ങനെ കളറൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോന്നിലും ജനുവരി, ഫെബ്രുവരി അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ലോഗ്.
നെക്സ്റ്റ് പേജിലായിട്ട് നമ്മൾ ഗോൾസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് 2025 നമുക്ക് കുറച്ച് ടാർഗറ്റ് ഉണ്ടാവും, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ, എന്താണെങ്കിലും നമുക്ക് കുറച്ച് ഗോൾസ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ എഴുതി വെക്കാം. അതിൽ ഏതൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്കിതിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഗോൾസ് എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലുണ്ടാവും, അല്ലാതെ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കുറച്ച് ഗോൾസ് ഉണ്ടാവും. അങ്ങനത്തെ എല്ലാം നമുക്ക് ഈ ഒരു പേജിലായിട്ട് സെറ്റാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പേജിലായിട്ട് 2025 എന്നുള്ള ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേജിലായിട്ട് നമ്മൾ ചെയ്യുന്നത് 2025 കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതായത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് ഐറ്റംസ് നമുക്കുണ്ടാവുമല്ലോ, ഈ ഒരു ഇയർ എൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് ഈ ഒരു പേജിലായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഇനി ഈ ഒരു ബുള്ളറ്റ് ജേർണലിൽ ഞാനൊരു പീരിയഡ് ട്രാക്കറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് പീരിയഡ് ട്രാക്കർ കൊടുത്തിട്ട് ഓരോ ജനുവരി, ഫെബ്രുവരി അങ്ങനെ ഓരോ മന്തിനും ഓരോ കോളംസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മാസത്തിൽ ഏത് ഡേറ്റിലാണ് പീരിയഡ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു കോളത്തിലായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് 2024 ഹൈലൈറ്റ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 24 അല്ല, 5 ആണ്. എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് എന്നും പറ്റുന്നതാണ്. ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് കുറേ ആയി. ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനവിടെ 2024 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 4 അല്ല, 5 ആണ്. 2025 ഹൈലൈറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു പേജാണത്. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിനിയിപ്പം ഫൈനാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പേജ് സെറ്റാക്കി എടുക്കാം. ഓരോ മന്ത്ലി ഉള്ള ഫൈനാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കതിൽ അടയാളപ്പെടുത്താനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു പേജ് വേണമെന്നുള്ളവർ അങ്ങനെ സെറ്റാക്കി എടുക്കാം. പിന്നെ ഉള്ളത് നമുക്ക് അക്കാദമിക് പ്ലാനിങ്സ്. ഇപ്പോൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഇയർ വൈസ് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അക്കാദമിക് പ്ലാനിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടേത് എങ്ങനെയാണോ, നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മളോട് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് ഇതിൽ ഓരോ പേജ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ബുള്ളറ്റ് ജേർണലിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാനൊരു കണ്ടൻറ് ഐഡിയാസ് എന്നുള്ളൊരു പേജാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കണ്ടൻറ്റുകളൊക്കെ കാണുമ്പം അത് ഇതിൽ എഴുതി വെക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തില്ല എന്നൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേജ് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുള്ളറ്റ് ജേർണലിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വേറൊരു തീമിലും കൂടെ ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു വേറെ തീമിലും കൂടെ സെറ്റാക്കാം. ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.